ഹായ് എവരി വൺ. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് ഫുൾ സ്റ്റൊമക് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ സ്ലൈഡ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ബുക്കിലെ പോയിന്റ്സ് ആയിരിക്കും കേട്ടോ പറയുന്നത്. ഈ പോയിന്റ്സ് തന്നെയാണ് ഞാൻ ഇതിലുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. ഇത് ഞാൻ എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത പോയിന്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. പേഷ്യൻസ് ഹു ഹാവ് ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ആർ കൺസിഡർഡ് ടു ഹാവ് എ ഫുൾ സ്റ്റൊമക്ക്. അതായത് ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ആർ കൺസിഡർഡ് ടു ബി ഫുൾ സ്റ്റൊമക്ക്. അതായത് നമ്മുടെ ഗ്യാസ്ട്രിക്കില് എംപ്റ്റി ആയിട്ടല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണ് അതിനെ ഫുൾ സ്റ്റൊമക്ക് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് കണ്ടീഷൻസ് ക്യാൻ ഡിലേ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഇൻക്ലൂഡ് ഒബീസിറ്റി, പ്രഗ്നൻസി, ഡയബറ്റീസ്, അക്യൂട്ട് പെയിൻ, ട്രോമ, സ്ട്രെസ്, പെപ്റ്റിക് അൾസർ ഡിസീസസ്, എമർജൻസി കേസസ്. എന്തൊക്കെ കണ്ടീഷൻസ് കൊണ്ടായിരിക്കും ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേ ആവുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ്. അതായത് ഒബീസിറ്റി, ഒത്തിരി വണ്ണമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രഗ്നൻസി, പിന്നെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഫുഡ് അങ്ങനെ കഴിക്കാതെ ഇത്രയും സമയം അവർക്കൊക്കെ എൻബിഒ സ്റ്റാറ്റസ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തലറക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, അക്യൂട്ട് പെയിൻ ഉള്ള പേഷ്യൻസ്, ട്രോമ, അതായത് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടൊക്കെ വരുന്നവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ സ്റ്റൊമക്ക് ആയിരിക്കും അവര്. കാരണം നമ്മൾ എൻബിഒ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കത്തില്ല. ഓക്കെ, ദെൻ സ്ട്രെസ്, പെപ്റ്റിക് അൾസർ ഡിസീസ്, എമർജൻസി കേസസ് എന്ന് പറയുമ്പോൾ അറിയാലോ, RTO, ഇപ്പം റോഡ് ആക്സിഡന്റ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിന് എന്ന് പറയുമ്പോൾ നമ്മളൊരു എലക്റ്റീവ് സർജറി എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? പേഷ്യന്റ് വരുന്നു, അഡ്മിറ്റ് ആകുന്നു, NBO ഒക്കെ എടുത്ത് ഒരു 6 hour NBO ഒക്കെ എടുത്തതിന് ശേഷം എലക്റ്റീവായിട്ട് പേഷ്യനെ കയറ്റുന്നു. അതുപോലെ ആയിരിക്കില്ല എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. അവർ ഫുൾ സ്റ്റൊമക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ എമർജൻസി കേസസിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഫുൾ സ്റ്റൊമക്ക് ആണ്. ഫുൾ സ്റ്റൊമക്ക് കാരണം ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇൻറ്റുബേഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട്. നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് ഡിഫിക്കൽട്ട് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ആസ്പിരേഷൻ ചാൻസസ് ആണ് കേട്ടോ. ദെൻ ചാൻസസ് ഓഫ് ആസ്പിരേഷൻ ഈസ് വെരി ഹൈ. ആസ്പിരേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ആസ്പിരേറ്റഡ് ഇൻ ടു ദ ലങ്സ്. അത് ലങ്സിലേക്ക് ആസ്പിരേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ആസ്പിരേഷൻ ന്യൂമോണിറ്റീസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. മെഡിക്കലി പറയുന്ന ടേം ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് സോളിഡ് ഫുഡ് സ്റ്റഫ്സ് ആർ ആസ്പിരേറ്റഡ് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ എയർവേ മേ ഒക്കർ. ഇപ്പം സോളിഡ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ RTO ആയിട്ടുള്ള വരുന്ന കേസസ്, എമർജൻസി റോഡ് ആക്സിഡന്റ് ആയിട്ടൊക്കെ വരുന്ന കേസസ് പേഷ്യൻസ് NBO അല്ല, പേഷ്യൻസ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന പേഷ്യൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റഫ് തന്നെ ആസ്പിരേറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതും റിസ്ക് ഓഫ് ഫുൾ സ്റ്റൊമക്കിൽ വരുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് മാനേജ്മെന്റ്. ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രിപ്പയർ ദ OT. നമ്മൾ പേഷ്യന്റ് സർജറിക്ക് എടുക്കുകയാണെങ്കിൽ OT പ്രിപ്പയർ ചെയ്യുക, എമർജൻസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ സീ ദ പേഷ്യന്റ് ഇൻ pre-OP റൂം. pre-OP റൂമിൽ അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യന്റിനെ കണ്ടിരിക്കണം. അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യനും കാണുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ദെൻ ചെക്ക് ദ ഐഡന്റിറ്റി ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുക. ചെക്ക് പേഷ്യൻസ് ഹാവ് എനി കോമോർബിഡ് ഇൽനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സീ ദ ASA ഫിസിക്കൽ സ്റ്റാറ്റസ്. ASA ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് ചെയ്യാം കേട്ടോ. ASA എന്ന് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് ആണ്. ഇതിൽ കുറച്ച് സ്റ്റാറ്റസ് ഉണ്ട്, അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ദെൻ എനി ഡ്രഗ് അലർജി, എന്തെങ്കിലും ഡ്രഗ് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എലക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ലാബിൽ വിട്ട് ഡ്രഗ് അലർജിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ആണ് കയറ്റുന്നത്. പക്ഷെ ഇത് എമർജൻസി ആയതുകൊണ്ട് പേഷ്യന്റിനോട് തന്നെ മാക്സിമം ചോദിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡറിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം അപ്പൊ തന്നെ എന്താ പറയാ, ബ്ലഡ് എടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ കൺഫേം ദ NBO സ്റ്റാറ്റസ്. അതാണ് നിൽ പെർ ഓറൽ, ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ്. ഓക്കെ, NBO സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ദെൻ IV കാനുല
കറക്റ്റ് ആയിട്ടുള്ള IV കാനുലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ പേഷ്യന്റിനെ കെയർഫുൾ ആയിട്ട് OTയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മോണിറ്റേഴ്സ് അറ്റാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനസ്തേഷ്യ സൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റാപ്പിഡ് സീക്വൻസ് ഇന്റുബേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റാപ്പിഡ് സീക്വൻസ് ഇന്റുബേഷൻ എന്താണെന്ന് നോക്കാം. പ്രീ ഓക്സിജനേഷൻ ഫോർ 5 മിനിറ്റ്, പേഷ്യന്റിനെ 5 മിനിറ്റ് എങ്കിലും പ്രീ ഓക്സിജനേറ്റ് ചെയ്തിരിക്കണം. ദെൻ കാൽക്കുലേറ്റഡ് ഫിക്സഡ് ഡോസ് ഓഫ് ഇൻഡക്ഷൻ ഏജന്റ്, നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡോസ് ഓഫ് ഇൻഡക്ഷൻ ഏജന്റ്, അതായത് പ്രൊപ്പഫോൾ ആണോ എറ്റോമിഡേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഫിക്സഡ് ഡോസിൽ പേഷ്യന്റിലേക്ക് കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് റിക്വയർഡ് പ്രഷർ 30 ന്യൂട്ടൺ വെൻ ഇൻഡക്ഷൻ ഏജന്റ് ഈസ് ഹാഫ് ഗിവൻ, ഒരു ഹാഫ് ഓഫ് ഇൻഡക്ഷൻ ഏജന്റ് അതായത് ഹാഫ് ഓഫ് പ്രൊപ്പഫോൾ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന് റിക്വയർഡ് പ്രഷർ കൊടുക്കുക. റിക്വയർഡ് പ്രഷറിന്റെ ഇതാണ് നമ്മൾ 30 ന്യൂട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതൊരു വൈവ ക്വസ്റ്റ്യൻ ആണ്, എത്രയാണ് റിക്വയർഡ് പ്രഷർ എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 30 ന്യൂട്ടൺ ആണ്, മറന്നു പോകാതെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഗീവ് ഡയറക്റ്റ് ഡീപോളറൈസിങ് മസിൽ റിലാക്സന്റ്, നമുക്ക് മസിൽ റിലാക്സന്റ് ഒരു ടോപ്പിക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഡീപോളറൈസിങ് മസിൽ റിലാക്സൻസും നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സൻസും. നമ്മൾ ഡീപോളറൈസിങ് ആയിട്ടുള്ള ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഫാസ്റ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉള്ള കോളിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, സെക്സിനൽ കോളിൻ. ദെൻ ഡു നോട്ട് വെന്റിലേറ്റ് ദ പേഷ്യന്റ്, ഇത് ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ചില ഡോക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സ്കോളിൻ കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സും കൂടെ വെന്റിലേറ്റ് ചെയ്യുന്ന പേഷ്യന്റ്. ചില ആൾക്കാർ സ്കോളിൻ കൊടുത്ത് അപ്പൊ തന്നെ വെന്റിലേറ്റ് ചെയ്യും കേട്ടോ, ഇൻറ്റുബേറ്റ് ചെയ്യും. അപ്പൊ ചില ആൾക്കാർ കുറച്ചൊരു 1 മിനിറ്റ് ഒക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അപ്പൊ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് ഐ തിങ്ക് ഡോക്ടേഴ്സിന്റെ ഒരു ഇതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പി ആൻഡ് ഇൻറ്റുബേറ്റ്, ലാരിഞ്ചോസ്കോപ്പി ഇൻറ്റുബേറ്റ് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ ദ പ്ലേസ്മെന്റ് ഓഫ് ET ട്യൂബ്, ET ട്യൂബിന്റെ പ്ലേസ്മെന്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ഫോർ വെന്റിലേഷൻ, ചേഞ്ച് പേഷ്യന്റ് വെന്റിലേറ്റഡ് ആൻഡ് റിമൂവ് റിക്വയർഡ് പ്രഷർ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇൻറ്റുബേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിക്വയർഡ് പ്രഷർ മാറ്റാവൂ. ഇതൊരു പോയിന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് റാപ്പിഡ് സീക്വൻസ് ഇന്റുബേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഇൻറ്റുബേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. മെയിൻ്റെനൻസിന് നമുക്ക് സെവോഫ്ലൂറൈൻ പ്ലസ് ഓക്സിജൻ പ്ലസ് എയർ കൊടുക്കാം. ദെൻ റിക്വയർഡ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ മസിൽ റിലാക്സൻസ് കൊടുക്കാം. എമിസെറ്റ് അത് കൊടുത്തിരിക്കണം, കാരണം നമ്മളിപ്പോൾ ഫുൾ സ്റ്റൊമക്ക് ആയിട്ടുള്ള പേഷ്യന്റ് റിസ്ക് ആണ് പറയുന്നത്. അപ്പം അതിന്റെ മെയിൻ റിസ്ക് ആസ്പിറേഷൻ ആണ്. അപ്പം വോമിറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ എമിസെറ്റ് എന്തായാലും ആ പേഷ്യൻസിന് കൊടുത്തിട്ടായിരിക്കണം, എമിസെറ്റ് അലർജി അല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പൊ എമിസെറ്റിന് നമുക്ക് ആന്റി എമിറ്റിക്സ് ആയിട്ടുള്ള ഡ്രഗ്, ആന്റി എമിറ്റിക് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ് ആണ് എമിസെറ്റ് എന്ന് പറയുന്നത്. ഓരോ ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സ് ഒക്കെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പം എമിസെറ്റ് ഇല്ലെങ്കിൽ അതിന് പകരമുള്ള അടുത്ത ഡ്രഗ് ഏതാണ് അത് കൊടുക്കാം. ഇപ്പൊ എമിസെറ്റ് അലർജി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ വൺസ് ദ പ്രൊസീജിയർ ഈസ് ഓവർ, ഇത് പ്രൊസീജിയർ ഓവർ ആയി കഴിഞ്ഞു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? സെവോഫ്ലൂറൈൻ സ്വിച്ച് ഓഫ് ചെയ്യുക, ഓറൽ സക്ഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. വെന്റിലേറ്റർ സ്വിച്ച് ടു സ്പോണ്ടേനിയസ് മോഡ് ആൻഡ് അസിസ്റ്റ് വെന്റിലേഷൻ ആസ് നീഡഡ്. നമ്മളിപ്പം വോളിയം കൺട്രോളിലോ പ്രഷർ കൺട്രോളിലോ ആയിരിക്കും നമ്മൾ എന്താ പറയാ വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ സ്പോണ്ടേനിയസ് ആക്കുക, പേഷ്യന്റിന് അസിസ്റ്റഡ് വെന്റിലേഷൻ കൊടുക്കുക. ഇതാണ് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ റിവേഴ്സൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിയോസ്റ്റിക്മിൻ പ്ലസ് ഗ്ലൈക്കോപാരലൈറ്റ് ആയിരിക്കും ചില ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. ചില ഡോക്ടേഴ്സ് നിയോസ്റ്റിക്മിൻ പ്ലസ് അട്രോപ്പിൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ രീതിയിലുള്ള മെഡിസിൻസ് എടുക്കാം. ദെൻ പേഷ്യന്റ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വൺസ് പേഷ്യന്റ് സ്റ്റാർട്ട്സ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ, ദെൻ എക്സ്റ്റുബേഷൻ. Once patient is fully awake, then give proper oral suction, deflate the cuff deflate ചെയ്യുക. By giving positive pressure ventilation, extubate the patient. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ കൊടുത്തുകൊണ്ട് തന്നെ പേഷ്യന്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ എക്സ്റ്റുബേഷന് ശേഷം ഓറൽ സക്ഷൻ റിക്വയർഡ് ആണെങ്കിൽ കൊടുക്കുക കേട്ടോ. ദെൻ മാസ്ക് വെന്റിലേഷൻ, ഡിസ്കണക്ട് ദ മോണിറ്റേഴ്സ് ആൻഡ് കണക്ട് ടു ദ പോർട്ടബിൾ മോണിറ്ററോട് കൂടി പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ദെൻ അഡ്മിനിസ്റ്റർ O2 via ഹഡ്സൺ മാസ്ക്. ഈ മാസ്ക് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മാസ്ക് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. എനിക്കൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലോ നേസൽ ഓക്സിജനേഷൻ എന്തോ പറ്റിയിട്ടുള്ളത്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ഡിലേ വന്നോണ്ടാണ്. ദെൻ എന്താ പറയാ
പാക്കോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്രീ അസസ്മെന്റ് കെയർ യൂണിറ്റ് ആണ് പാക്കോന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചിലപ്പോൾ നമുക്ക് വൈദ്യക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പാക്കോന്റെ ഫുൾ ഫോം ഇങ്ങനെയൊക്കെ ചോദിക്കാം. അത് ഓരോ ഡോക്ടേഴ്സിന്റെ അനുസരിച്ചിരിക്കും കേട്ടോ. ദെൻ പാക്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ കണക്ട് ദ മോണിറ്റേഴ്സ് ടു പാക്കോ യൂണിറ്റ്. പാക്കോയിലുള്ള മോണിറ്ററിലേക്ക് പേഷ്യനെ കണക്ട് ചെയ്യാം, വൈറ്റൽസ് ചെക്ക് ചെയ്യാം, ഹാൻഡ് ഓവർ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പാക്കോയിലേക്ക് ഒന്ന് അനസ്തേഷ്യോളജിസ്റ്റ് പോകാറുണ്ട്. ദെൻ എന്താ പറയാ, നേഴ്സും അനസ്തീഷ്യ ടെക്നീഷ്യനും പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അനസ്തീഷ്യ ടെക്നീഷ്യൻസ് ചെന്ന ഉടനെ പേഷ്യൻസ് കൊണ്ടങ്ങ് നിർത്തിയിട്ട് വരാതെ അവരുടെ വൈറ്റൽസ് അവിടെ നിന്ന് ചെക്ക് ചെയ്യണം. അതായത് പോസ്റ്റ് ഒപിയിൽ ചെന്നതിന് ശേഷം നിങ്ങൾ എല്ലാ വൈറ്റൽസും ECG കണക്ട് ചെയ്യുക, BP കണക്ട് ചെയ്യുക, സാച്ചുറേഷൻ കണക്ട് ചെയ്യുക, ഇതെല്ലാം ഓക്കെ ആണോ സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഹാൻഡ് ഓവർ അവിടെ നിൽക്കുന്ന പോസ്റ്റ് ഓഫീസ് സ്റ്റാഫിന് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുത്ത് പേഷ്യന്റ് ഓക്കെ ആണെന്ന് കണ്ടിട്ട് മാത്രമേ തിരിച്ച് അടുത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ വരികയും അടുത്ത കേസ് ഉണ്ടെങ്കിൽ അതിന് സെറ്റ് ചെയ്യുക ചെയ്യാവൂ. അല്ലാതെ നമ്മൾ പേഷ്യന്റിനെ ഓടിക്കൊണ്ട് എന്താ പറയാ പോസ്റ്റ് ഓഫീസിൽ ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഹറിബറി ആയിട്ട് സെറ്റ് ചെയ്യാൻ ഓടരുത്. ഇത് മെയിൻ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പേഷ്യന്റ് തന്നെയാണ്, പോസ്റ്റ് ഓഫീസ് ചെന്ന് കഴിഞ്ഞാലും അത് നമ്മുടെ പേഷ്യന്റ് തന്നെയാണ് എന്നുള്ളൊരു കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോസ് ടോപ്പിക്സ് ആയിട്ട് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ദെൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ കോഴ്സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന അറിവ് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ദെൻ എന്താ പറയാ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.